കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയിലെ സൂപ്പർവൈസർക്ക് സസ്പെൻഷൻ. യാത്രക്കാരോട് മോശമായി പെരുമാറിയതിനാണ് നടപടി. മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടതോടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നടപടി. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, പറയൂ, ഏത് സാഹചര്യത്തിൽ ആണ് നടപടി, എന്താണ് വിശദാംശങ്ങൾ? ദിൽനാമധു, യഥാർത്ഥത്തിൽ ഈ ടോൾ പ്ലാസയിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തിനെതിരെ വലിയ രീതിയിലുള്ള പരാതി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പലതവണ ഉണ്ടായതാണ്. പക്ഷേ എന്നാൽ പന്തീരങ്കാവ് ടോൾ പ്ലാസ, അതായത് കോഴിക്കോട് പുതിയ നാഷണൽ ഹൈവേയുടെ ടോൾ പ്ലാസയാണ്. ആ ടോൾ പ്ലാസയിൽ കഴിഞ്ഞ ദിവസം യാത്രക്കാരോട് മോശമായ പെരുമാറ്റമുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു കയ്യേറ്റ സ്വഭാവത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നു. അങ്ങനെ ആ പരാതി ടേക്കപ്പ് ചെയ്യപ്പെടുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ ഇടപെടുകയും പൊതുമരാമത്ത് സെക്രട്ടറിയോട് നാഷണൽ ഹൈവേ അതോറിറ്റിയെ ഈ കാര്യം അറിയിക്കാനും നിർദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വൈകിട്ടോടെ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് വാർത്താക്കുറിപ്പ് ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നത്. ആ ഓർഡറിൽ ഈ ടോൾ പ്ലാസ അധികൃതർക്ക് ഡയറക്റ്റീവ് നൽകിയിരിക്കുന്നത് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത് ഈ പ്രശ്നമുണ്ടാക്കിയ സൂപ്പർവൈസർ, അദ്ദേഹത്തിന്റെ പേര് പുഷ്പേന്ദു ബേരെ എന്നാണ്, അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നത്. NHA അതോറിറ്റി നൽകിയിരിക്കുന്നത് ഈ ടോൾ പ്ലാസ, ഒളവണ്ണ ടോൾ പ്ലാസ ഏജൻസിക്കാണ്. ഏജൻസി ഈ കോൺട്രാക്ട് ലംഘിച്ചിരിക്കുന്നു. ആ രീതിയിൽ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.